ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുഞ്ഞി ചാത്തൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ. സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് എങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരു മുത്തശ്ശിനാണ്. ആ മുത്തശ്ശിയാണെങ്കിൽ ആ മുത്തശ്ശിയുടെ പേരക്കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മുടെ ഈ നാട്ടിൽ ഒരു കുഞ്ഞി ചാത്തണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അച്ചുവിനാണെങ്കിൽ ഇതുപോലത്തെ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിയുടെ പേര് അച്ചു എന്നാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ ചാത്തൻ ഭയങ്കര വികൃതിയാണ്, ഇവിടെ ഉള്ളവരെല്ലാവരും പേടിപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അച്ചു പറയാണ്, അങ്ങനെ ഒരു പേഴ്സണൊന്നും ഇല്ലാന്ന് നമ്മുടെ അച്ചു പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല, പലരും ആളെ നേരി കണ്ടിട്ടുണ്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അതായത് അത്രയ്ക്ക് കുറുമ്പനാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അച്ചുവിനാണെങ്കിൽ ഈ വക കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ അതിരുന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അവൾ മൈൻഡിൽ പറയുന്നുണ്ട്, ഇതൊന്നുമില്ല, ഇതൊക്കെ വെറും മിഥ്യയാണ്, സത്യം എന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അവിടെ കിടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അച്ചു ആണെങ്കിൽ എന്തൊക്കെ ആലോചിച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ അച്ചുവിൻ്റെ ജനലിൽ ടിക് ടിക് എന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അച്ചു ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അവിടെ ആരും കാണുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ അച്ചു ആണെങ്കിൽ ഉണ്ടല്ലോ പുറത്തേക്ക് പോയി നോക്കുന്നുണ്ട്. അതിനുശേഷം അവൾ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അച്ചുവിൻ്റെ ടേബിളിലെടുത്തായിട്ട് ഒരു ചെറിയൊരു പാവക്കുട്ടിനെ കാണുന്നുണ്ട്. അതാണ് ഇങ്ങനെ കിടന്ന് ചലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമ്മുടെ അച്ഛനാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആ പാവക്കുട്ടിയാണെങ്കിൽ ഒരു കുട്ടിച്ചാത്തനായിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് ഈ ചാത്തനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാത്തനെ കാണുമ്പോൾ തന്നെ, ചാത്തൻ്റെ കണ്ണ് കാണുമ്പോൾ നമ്മുടെ അച്ഛന് എന്തോ ഒരു ചെറിയൊരു വിഷമം പോലെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീയാണോ ഇവിടുത്തെ കുഞ്ഞി ചാത്തൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ചാത്തൻ പറയേണ്ടത് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ഭയങ്കര ഒറ്റപ്പെട്ട ഫീലോട് കൂടി ഇരിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ചാത്തൻ പറയുന്നുണ്ട്, എനിക്കാരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാത്തൻ പറയുന്നുണ്ട്, എന്നാരും സ്നേഹിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവരൊക്കെ പേടിപ്പിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ അച്ഛനാണെങ്കിൽ ഈ ചാത്തനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ കഥയിൽ അറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാത്തൻ പാവൊക്കെയാണെന്നാണ് അവൾ ചിന്തിക്കുന്നത്. മുത്തശ്ശി പറഞ്ഞു കൊടുത്തല്ലോ ഓൾറെഡി കഥയൊക്കെ. അങ്ങനെ നമ്മുടെ അച്ചു നമ്മുടെ ചാത്തനും തമ്മിൽ ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ആവാണ്. അതിനുശേഷം നമ്മുടെ അച്ചു പറയാണ്, ചാത്തൻ്റെ അടുത്ത് നീ വല്ല ഫുഡൊക്കെ കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാത്തൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്കാരുമില്ല, ഞാനൊന്നും കഴിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചും ചാത്തനും നല്ല കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചു പറയാണ്, ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്യണം, ഈ ഗ്രാമത്തിലുള്ളവർ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് നിൻ്റെയും കൂടി ഗ്രാമമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ചാത്തനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അച്ചു പറയാണ്, വായു, നിനക്ക് ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ചാത്തനാണെങ്കിൽ അച്ചു ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചു ആണെങ്കിൽ ചാത്തിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് നമ്മുടെ അച്ചും ചാത്തനും സംസാരിക്കുകയാണ്. എന്നിട്ട് അച്ചു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇനി ഒരിക്കലും ഗ്രാമത്തിലുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചാത്തനും പറയുന്നുണ്ട്, ഇല്ല അച്ചു, ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാത്തനാണെങ്കിൽ അച്ഛന് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അച്ഛനും ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാത്തനും അച്ഛനും ഭയങ്കര ഇഷ്ടമായി, കാരണം നമ്മുടെ അച്ഛൻ നല്ല കെയറിങ് ആണല്ലോ ചാത്തൻ്റെ അടുത്ത്. അങ്ങനെ നമ്മുടെ ചാത്തനാണെങ്കിൽ ഒരു വിളക്ക് പോലത്തെ ഒരു ഇത് നമ്മുടെ അച്ഛന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ ഗ്രാമത്തിൽ വേറൊരു പിശാച്, അതായത് വേറൊരു ഭൂതം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്, വീടുകളൊക്കെ നശിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അച്ചു ചാത്തൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നും കൂടെയാണ് ഈ ഗ്രാമം എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നീ എത്രയും വേഗം ആ പിശാചിനെ ഇവിടെ നിന്ന് ഇല്ലാതാക്കണമെന്ന് നമ്മുടെ ചാത്തൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാത്തൻ പറയുന്നുണ്ട്, അതിന് എനിക്ക് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചു പറയുന്നുണ്ട്, നിനക്കതിന് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ ചാത്തനെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോകണ്ട. ആ സമയത്താണെങ്കിൽ ഒരു ഭീകരരൂപിയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഈ ഭീകരരൂപിയാണെങ്കിൽ നമ്മുടെ ചാത്തനെ അച്ഛനെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചാത്തൻ കുഞ്ഞു ചാത്തനാണല്ലോ. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും പറ്റുമെന്ന് പറയുന്നുണ്ട്, നീ നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചാത്തനാണെങ്കിൽ ചാത്തൻ്റെ ഉള്ള ശക്തി കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ദുഷ്ടശക്തിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈറ്റിനൊടുവിലാണെങ്കിൽ നമ്മുടെ ചാത്തൻ തന്നെയാണ് പിന്നാവണത്, അതായത് ഈ ശക്തിനാണെങ്കിൽ തോൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ അച്ഛനും ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാത്തൻ ഈ ഗ്രാമത്തെ ഉള്ള ആൾക്കാരെ എപ്പോഴും ഇങ്ങനെ
പേടിപ്പിച്ചുകൊണ്ടിരിക്കുള്ളൂ. പക്ഷേ ഈ ഗ്രാമത്തിൽ ഇപ്പം നമ്മുടെ ചാത്തനാണെങ്കിൽ രക്ഷിച്ചല്ലോ. അങ്ങനെ നമ്മുടെ അച്ഛനും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഈ ശക്തിനാണെങ്കിൽ അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാത്തൻ. അതിനുശേഷം നമ്മുടെ ചാത്തനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് അപ്രതീക്ഷയാവാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ ചെറുതായിട്ട് ഫീലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ ചാത്തനെ ആർക്കും കാണാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവിടുത്തെ നാട്ടിലെ ആൾക്കാരൊക്കെ വിചാരിക്കും നമ്മുടെ ചാത്തൻ്റെ ശല്യം ഒഴിഞ്ഞു പോയെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണിക്കേണ്ടത് നമ്മുടെ അച്ഛനെയാണ് കാണിക്കുന്നത് കേട്ടോ. അച്ഛനെ നമ്മുടെ ചാത്തനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പം നമ്മുടെ ചാത്തൻ കൊടുത്തൊരു വിളക്കുണ്ട്, അതിങ്ങനെ മിന്നി മിന്നി പ്രകാശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അച്ഛന് മനസ്സിലായിട്ടുണ്ട് ചാത്തൻ നമ്മുടെ അച്ഛനെ വിട്ട് പോയിട്ടില്ല, നമ്മുടെ അച്ഛൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാത്തനുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മുടെ ചാത്തനും ആലോചിച്ചിരിക്കുന്നുണ്ട്. അതായത് ചാത്തന് ഒരിക്കലും നമ്മുടെ അച്ഛനെ വിട്ടു പോകാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും പ്രിയപ്പെട്ടവളാണ് നമ്മുടെ അച്ഛൻ കേട്ടോ. അതായത് അച്ഛനും ചാത്തനും ഉള്ളൊരു ബോണ്ട് എന്ന് പറയുന്നത് അത്രയും സൂപ്പറാണ്. ചാത്തന് സ്നേഹം കൊടുത്തത് നമ്മുടെ അച്ഛനാണല്ലോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാത്തൻ ചെയ്തത്. അങ്ങനെ നമ്മുടെ അച്ഛൻ മനസ്സിൽ നമ്മുടെ ചാത്തനാ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ചാത്തൻ ഈ നാട് വിട്ടു പോയിട്ടില്ല, ഇവിടെ തന്നെ അവന് പ്രസൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റോറി എൻ്റെ ആവണത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.